സഹോദരങ്ങളെ, ഖുർആനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം ഖുർആൻ സാധിക്കുന്നത്ര മനഃപ്പാഠമാക്കുക എന്നതാണ്. ഖുർആൻ ഹിഫ്ളാക്കുക എന്നത്. സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ ഖുർആൻ പോലെ നിറക്കാൻ മനോഹരമായ മറ്റൊരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ കലാം വഹിക്കുന്ന ഹൃദയം എന്നാൽ അത് മറ്റുള്ള ഹൃദയങ്ങൾ പോലെയല്ല. ഒരുവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കലാമുണ്ട്, അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ഒരാൾ നാളെ പരലോകത്ത് അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവനോട് പറയപ്പെടും, ഇഖ്റ വർഖ, നീ ഓതുക, നീ ഉയർന്നു പോവുക. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ, നീ ദുനിയാവിൽ എങ്ങനെയായിരുന്നോ തർത്തീലോടെ മനോഹരമായി അവധാനതയോടെ പാരായണം ചെയ്യാറുണ്ടായിരുന്നത് അതുപോലെ ഓതുക. വേഗം ഓതിപ്പോകണമെന്നില്ല, നീ ദുനിയാവിൽ ഓതാറുണ്ടായിരുന്നതുപോലെ പാരായണം ചെയ്യുക. فإن منزلتك عند آخر آية تقرأها, ഈ സ്വർഗത്തിലെ നിന്റെ മൻസിൽ, നിന്റെ സ്ഥാനം, നിന്റെ പാരായണം എവിടെ അവസാനിക്കുന്നുവോ, നീ ഓതുന്നതിൽ അവസാനത്തെ ആയത്ത് എവിടെയാണോ അവിടെയാണ്. നമുക്കറിയാം, സ്വർഗമെന്നാൽ അത് 100 ദറജകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠം അത് ഫിർദൗസാണ്. അതിലേറ്റവും മുകളിലുള്ളത് ഫിർദൗസാണ്. ഓരോ മൻസിലും, സ്വർഗത്തിലെ ഓരോ ദറജയും ഒന്നിനേക്കാൾ എത്രയോ മുകളിലാണ്. ഉയർന്നു പോകുന്ന ഉന്നതമായ സ്ഥാനങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. അതിലേറ്റവും ഉയർന്ന സ്ഥാനം ലഭിക്കുക ഖുർആനിന്റെ ആളുകൾക്കാണ് എന്ന് നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഹൃദിസ്ഥമാക്കി അത് മനഃപ്പാഠമാക്കിയ മക്കളുടെ രക്ഷിതാക്കൾക്ക് പോലും പരലോകത്ത് വലിയ പ്രതിഫലമുണ്ട് എന്ന് പറയുകയുണ്ടായി. അവരുടെ ശിരസിൽ പരലോകത്ത് ആദരവിന്റെ കിരീടങ്ങൾ അണിയിക്കപ്പെടും, അവർ അപ്പോഴും ആദരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നോക്കൂ, മുസ്ലിമീങ്ങളുടെ ഈ പാഠം പഠിച്ച മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമാണ്, അവരുടെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള മുസ്ലിമീങ്ങളുടെ പൊതുരീതിയാണ്. കൊച്ചുമക്കളെ, ചെറിയ കുട്ടികളെ അല്ലാഹുവിന്റെ കലാം ഖുർആൻ പഠിപ്പിക്കുക, ഹിഫ്ളാക്കുക, അവരെ തഹ്ഫീദ് ചെയ്യുക, അഥവാ അവരെ അത് മനഃപ്പാഠമാക്കാൻ അവരെ അതിന് പരിശീലിപ്പിക്കുകയും അതിനുവേണ്ടി അവരെ മാറ്റിയിരുത്തുകയും ചെയ്യുക എന്നത്.